അമ്മയാ എന്ത് സാരില്ല. എന്ത് പറ്റൂട്ടാ? അത് കുറച്ച് കാര്യങ്ങൾ കാരണം പാട്ട് കഴിഞ്ഞ ദിവസം മാറ്റിയുള്ളൂ. അപ്പൊ പഠിക്കാൻ കുറച്ച് പാടായിരുന്നു. ഓക്കെ, ചോദിക്കാം നമുക്ക്. ഷാനിക്ക അമ്മയാ, എന്താ സാർ? മോൾക്ക് എത്ര ദിവസം കിട്ടി ഈ പാട്ട് പഠിക്കാൻ? പാട്ട് മാറിയത് പോട്ടെ, 3 ദിവസം. 3 ദിവസം കിട്ടിയില്ലേ? 3 ദിവസം പോരെ ഈ പാട്ട് പഠിക്കാൻ? വളരെ സിമ്പിൾ സോങ് ആണ്, ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു സോങ് ആണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ നമ്മളെ ലിറിസിസ്റ്റിന് ഡിവോട്ട് ചെയ്തിട്ടുള്ള ഒരു റൗണ്ട് ആകുമ്പോൾ അതിലെ വരികൾ മറന്നു എന്ന് പറയുമ്പോൾ ആ ഒരു റൗണ്ടിനോട് ചെയ്യുന്ന ഒരു ഇതല്ലേ. അത് മാത്രമല്ല, ഒരുപാട് ശ്രുതി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കുറേ ഭാഗത്ത് അനുപല്ലവിയിലും ലൈൻസ് പോയി, അതേ സ്ഥലം തന്നെ
ചരണത്തിലും പോയി. മോളുടെ ശബ്ദം നല്ല ശബ്ദം മോളെ. താങ്ക് യു സർ. മോളെ പൊന്മാനെ ആ ഒരു ഫസ്റ്റ് ഒന്ന് പാടി മോളെ. വൈഡൂരി കമ്മലണിന് പൊന്മാനെ വരെ. വൈഡൂര്യ കമ്മലണിഞ്ഞ് വെണ്ണിലാവ് രാവിൽ നെയ്യും പൂങ്കോടി പാവുടുക്കണ പൊന്മാനേ. ഓ ആ പൊന്മാനെ ഒന്നുകൂടി ഒന്ന് കറക്റ്റ് ചെയ്ത മോളെ. പൊന്മാനേ. ഓൾമോസ്റ്റ്. അപ്പൊ അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ ഇങ്ങനെ പഠിച്ചിട്ടില്ല എന്നുള്ള ഒരു സംഭവം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ശബ്ദമുണ്ട്, നല്ല നല്ല വോയിസ് ആണ് അമ്മയുടെ കേട്ടോ. അപ്പം താങ്ക് യു സർ. അത് ഇനി അത് യൂട്ടിലൈസ് ചെയ്യാം നന്നായിട്ട്, നല്ല രീതിയിൽ. ഓക്കെ, ഓക്കെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ശരത് സർ. മോളെ അമ്മേ, എന്താ സർ? കുഴപ്പമില്ല. ഇത് മോളെ ഞാൻ പറയുന്ന മക്കള് മലയാളിയല്ലേ? ആ മക്കൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5 5 3 4 5 ആ 5ാം ക്ലാസ്സിലായി. ഗിരീഷ് പുത്തഞ്ചേരി റൗണ്ട് എന്ന് പറഞ്ഞിട്ട് മോള് വരി തെറ്റിച്ചാല് ഒന്നാ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ അതെ ഒരു 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 മനുഷ്യനാണ് ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുന്നത്. അത്ര നമ്മുടെ നെഞ്ചിനോട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് തന്നെ, വേറൊന്നും കൊണ്ടല്ല. അപ്പം അതാണ് മോളെ ഒരു വിഷമം കേട്ടോ. അത് പിന്നെ മനുഷ്യരല്ലേ പൊട്ടെ, മറന്നിട്ടോ. അതൊരു ഭീകര തെറ്റൊന്നുമല്ല കേട്ടോ, അത് പറയാം. എന്നാലും അങ്ങനെ വരുത്തരുത് മോളെ കേട്ടോ. ഓക്കെ സർ. ആ മോളൊരു തന്നനാങ്കിൽ പാടിയൊന്ന് നീ അങ്ങനെ അങ്ങ് വിട്ട് കളഞ്ഞത് കേട്ടോ. അത് മോളെ എന്നാ ശരി, ഒന്നുകൂടെ ഒന്ന് പാടാവോ ഈ പല്ലവി? വൈഡൂര്യ കമ്മലണിഞ്ഞ് മോളെ കമ്മലണിഞ്ഞ്. ആ നീ എപ്പോഴും മോക്കങ്ങ് ശില്പാവുക. അതെന്താണ്? കമ്മലണിഞ്ഞ്. ആ ഇപ്പൊ ഓക്കെ, കമ്മല് വൃത്തിയായിട്ടണിഞ്ഞ്. പിന്നെ പൂങ്കവിളിൽ അതൊന്ന് പാടിയേ. മിന്നായ പൂങ്കവിളിൽ. അത്രയും സസ്റ്റൈൻ വേണോ അതിന്? മതി. മിന്നായ പൂങ്കവിളിൽ. ആഹാ കൊള്ളാലോ. സിംഗപേഷൻ. പൂങ്കവിളിൽ. ആ മോളെ അത്രയും വേണ്ട മോളെ. താരിരാരി ഒരു നാച്ചുറൽ ബ്രെത്തിനുള്ള സ്പേസ് ഉണ്ട്, ഒന്ന് പാടിക്കേ. ആ അത് ബ്രേക്ക് ഇട്ട് നിർത്തുന്നോടെ നിർത്തണ്ട, അത് നാച്ചുറൽ ഫീലുമാണ്. പിന്നെ സ്വപ്നങ്ങളോ? കല്യാണ നാളിന്റെ സ്വപ്നം. അതെന്തോന്ന് അത് ആ ട്യൂൺ അങ്ങനെ കല്യാണ നാളിന്റെ കല്യാണ നാളിന്റെ സ്വപ്നം. അതിങ്ങനാണോ ട്യൂൺ? അതല്ല കല്യാണ നാളിന്റെ നാളിന്റെ സ്വപ്നം, അത്രേ ഉള്ളൂ. നാളിന്റെ സ്വപ്നങ്ങളോ. അതൊക്കെ ഒരു ക്ലാരിറ്റി ഇല്ല മോളെ. അതിനൊരു ക്ലാരിറ്റി വേണ്ടേ? അതുപോലെ ഇത് പിന്നെയും വൈഡൂരൊക്കെ നമ്മൾ എണിഞ്ഞ് ശില്പമായി മോൾക്ക്. അത് പിന്നെ എപ്പോഴും ഉള്ളതാ. മോളെ പൊൻകിനാക്കൾ, അതാ സെക്കൻഡ് ലൈൻ അല്ലേ അനുപല്ലവിയുടെ? അതൊന്ന് പാടാമോ മക്കളെ? മാമയിൽ പീലി ചൂടും. മാമയിൽ പീലി ചൂടും. മാമയിൽ പീലി ചൂടും. മാമയിൽ മാമയിൽ പീലി ചൂടും വാൽക്കണ്ണിൽ ഇന്ന് മയ്യെഴുതും പൊൻകിനാവുകൾ എന്താണ്? അതും വലിച്ചു കേട്ടുണ്ട്. എന്താണ് അങ്ങനെ ആരും ചോദിക്കത്തില്ല. എന്താണ്? അതല്ല ന്യായം. അപ്പോൾ കുറച്ച് മതി മോളെ. മോളെ ചിങ്കാരത്തത്തമ്മേ. ചിങ്കാരത്തത്തമ്മേ താരാനേ, അതിനൊരു ലൈറ്റ് സ്വഭാവം. അത്ര വെറ്റയൊക്കെ മുറുക്കി തത്തമ്മ ഇന്നപ്പോഴാ കച്ചേരി അങ്ങനല്ല കേട്ടോ. എപ്പോഴും അത് ഓർത്തോണം. ഇതൊക്കെ ഒരു ചെറിയ വ്യത്യാസങ്ങളാണ്, അത് ഭീകരമായിട്ട് ഫീൽ ചെയ്യുന്നത്. എന്തൊക്കെയാലും കുഞ്ഞെ, എല്ലാ നന്മയും ഉണ്ടാവട്ടെ. ഇനി ലിറിക്ക് മറന്നാലും ഞാൻ അങ്ങ് വരും കേട്ടാ. ആ പറഞ്ഞത് ഓക്കെ താങ്ക് യു ശരത് സർ. ഹരിച്ചേട്ടാ. അമ്മയാ എന്താ സർ? എല്ലാം പറഞ്ഞല്ലോ. അപ്പോ കുഴപ്പമില്ല, അങ്ങനെ സംഭവിക്കാറുണ്ട്, പക്ഷെ സംഭവിക്കരുതായിരുന്നു. അപ്പോ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി സംഭവിക്കാതിരിക്കട്ടെ. അതെ. എത്ര പാട്ടുണ്ട് മോളെ ഗിരീഷ് പുത്തഞ്ചേരി അങ്ങ് മിസ് ചെയ്തു. ഇത് ട്രിബ്യൂട്ട് അല്ലേ, അപ്പം അത് ആലോചിക്കണമായിരുന്നു. എത്ര പാട്ടുണ്ട്. അപ്പൊ അത്
ഒരു റോങ് ചോയ്സ്. ആൻഡ് ഇതൊക്കെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ, അതിന് എക്സ്ക്യൂസ് ഇല്ല കേട്ടോ. ഓക്കെ, അപ്പം അടുത്ത റൗണ്ട് ഭീകരമായിട്ട് പാടാൻ പറ്റട്ടെ, ഒരു ഗോൾഡൻ മൈക്കൊക്കെ കിട്ടട്ടെ അതെ, എന്ന് ഞാൻ Thank you. ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. മേക്കുട്ടാ മാർക്ക് ചോദിക്കാം. ശരത് സർ. യെസ്. മോളെ 6.5. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. അമ്മയ 6. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ 5.5. താങ്ക് യു സർ. ടോട്ടൽ 18 മാർക്സ്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ഇനി ഒരു റൗണ്ടും കൂടെ ഉണ്ട്. നന്നായി പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഗോൾഡൻ ബൈക്ക് കൊണ്ടുപോകണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.